back to my channel Crazy Sport. അപ്പോൾ ഞാൻ ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഓണം വെക്കേഷനൊക്കെ ആയതുകൊണ്ട് അമ്മ വാങ്ങി തന്നതാണ്. 9 days നമ്മൾ സ്കൂളിൽ ലീവ് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് വെറുതെ ഇരിക്കുമ്പോൾ ചെയ്യാനാണ്, ബോറടിക്കുമ്പോൾ. അപ്പോൾ ഞാൻ ഇതിൻ്റെ പേര് അൾട്ടിമേറ്റ് ഇലക്ട്രിസിറ്റി കിറ്റാണ്. ഞാനിത് ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. ഞാൻ 2-3 എക്സ്പെരിമെൻറ്റ്സ് ചെയ്തിട്ടുണ്ട്. ഇനി കമ്മിങ് സൂൺ വീഡിയോസിലൊക്കെ വരും ഇതിനെ പറ്റിയുള്ള ഇതും റിവ്യൂ ഇതൊക്കെ. അപ്പോൾ ഇതെന്ന് പറയുന്ന അൾട്ടിമേറ്റ് ഇലക്ട്രിസിറ്റി കിറ്റ് ഐൻസ്റ്റീൻ ബോക്സ് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. സ്പേസ്ഷിപ്പ് ഓരോ മോഡൽസ് കൊടുത്തിട്ടുണ്ട്. 8 projects ഇത് വെച്ചിട്ടുണ്ടാക്കുക. നമുക്ക് എന്തായാലും അൺബോക്സ് ചെയ്ത് നോക്കാം. 50+ കോമ്പോണൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അൺബോക്സ് ചെയ്യുമ്പോൾ 8 projectsൻ്റെ ഒരു സ്റ്റിക്കർ ഇവിടെ പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ അങ്ങനെയൊക്കെ കൊടുത്തിട്ടുണ്ട് സ്കാൻ ചെയ്യാനുള്ളതും. ഇനി നമുക്ക് വീഡിയോ ആയിട്ട് ഇത് കാണാം, യൂട്യൂബിലുണ്ടാവും, സെർച്ച് ചെയ്ത് നോക്കിയാലും. സ്കാൻ ചെയ്താൽ അതിൻ്റെ ഒരു ബ്രോഷറൊക്കെ വരും. ഇത് സ്പേസ് ഷിപ്പ് ഉണ്ടാക്കാനുള്ള 3D പ്രൊജക്ട്സ് അങ്ങനെ ഇതൊക്കെ ഉണ്ട്. 2-3 projects ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനത്തെ സ്പോൺസൊക്കെ വരുന്നുണ്ട്, ഈ ഫോം ബോർഡ് പോലെയുള്ളത്. അതാണ് ഇവിടെയൊക്കെ വെച്ച് കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ ഫോം ബേസ് ആയിട്ട് വന്നത്. ഞാൻ ഒന്നും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് കാണിച്ചു തരാം. ഇതെന്ന് പറയുന്നത് ഒരു ഇങ്ങനെ നിൽക്കുന്നൊക്കെ ഉണ്ട്. സംഭവം എന്ന് പറയുന്നത് ഇവിടെ മോട്ടർ കൊടുക്കാനുള്ളതാണ്. മോട്ടർ ബേസാണ്. ഇവിടെയാണ് മോട്ടർ ഇതാക്കാം. അങ്ങനത്തെ മോട്ടർ തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇവിടെയാണ് മോട്ടർ സെറ്റാക്കാം. എന്നിട്ട് ഞാൻ ഹെലികോപ്റ്റർ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട് ഇത് വെച്ചിട്ട്. അപ്പോൾ ഹെലികോപ്റ്റർ ഉണ്ടാക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ഇത് നമ്മൾ ഇത് പുൾ ഔട്ട് ചെയ്യാം, പുറത്തേക്ക് പുൾ ഔട്ട് ചെയ്തിട്ട് ഇത് ഇവിടെ ഇൻസേർട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ മോട്ടർ വെച്ചിട്ട് ഇവിടെയൊക്കെ സ്വിച്ച് അതൊക്കെ ഇതിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. സ്വിച്ച് വെക്കുന്നതും ബാറ്ററി കൂടെ ഇതാണ് ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു കവർ ചെയ്യാനുള്ള ഒരു ഇതും വരുന്നുണ്ട്. ഹെലികോപ്റ്ററിന് മാത്രമേ ഇത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, ഹെലികോപ്റ്റർ ഉണ്ടാക്കാനാണ്. അപ്പോൾ അതിനാണ് ഈ ഫോം യൂസ് ചെയ്യാം. പിന്നെ ഉള്ളത് ഫോംസ് ചെയ്യാൻ കാണിച്ചത്. അപ്പോൾ ഈ ഫോമാണ് ഇത് ടേബിൾ ഫാനിനുള്ള ഫോമാണ്. വണ്ടിയിൽ ടേബിൾ ഫാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ പുൾ ഔട്ട് ചെയ്തിട്ട് ഇത് ഇവിടെ ഇൻസേർട്ട് ചെയ്യും. അപ്പോൾ ടേബിൾ ഫാനിനുള്ളതായി. ഇവിടെ മോട്ടർ വെക്കാനാണ്. ടേബിൾ ഫാനായി ഇവിടെ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. വാർണിംഗ് കീ ഇത് കൊടുത്തിട്ടുണ്ട്. ഇത് വെച്ച് 2 project ചെയ്യാം. കാരണം ഇതിൽ ഫെയറി ടെയിൽ ഹൗസ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതൊരു ഹൗസ് മാത്രം ഉണ്ടാക്കാനേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, വേറെ ഒന്നിനും യൂസ് ചെയ്യാൻ പറ്റില്ല. ഇത് വെച്ച് 2 projects ചെയ്യാം. അതൊക്കെ ഇൻസ്ട്രക്ഷൻ മാനുവലുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഇതും വെച്ച് 2 projects ചെയ്യാം. അപ്പോൾ നമുക്ക് ഇത്രയുള്ള ഈ ഫോം ബേസ് ആയിട്ടുള്ളത്. ഇത് നമുക്ക് അടുത്തതാണ്. ഇതാണ് ഇൻസ്ട്രക്ഷൻ മാനുവൽ. ഇതിലാണ് ഞാൻ പറഞ്ഞത് 8 projectsൻ്റെ ഇൻഡെക്സ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. പേജ് നമ്പർ ഇതും കൊടുത്തിട്ടുണ്ട്. ലൈറ്റ് പ്രൊജക്ട്സ്, സൗണ്ട് പ്രൊജക്റ്റ്, മോട്ടർ പ്രൊജക്ട്സ് അങ്ങനെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. 8 projects ആണ് ടോട്ടൽ ഇത് വെച്ച് ചെയ്യാൻ പറ്റുന്നത്. ഇത് ഫസ്റ്റ് എയ്ഡ് എക്സ്പ്രസ് സ്ട്രീറ്റ് ലാമ്പ് അങ്ങനെ ഓരോന്നുണ്ട്. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് ഗ്രീൻ ബേസ്. ഞാൻ പറഞ്ഞില്ലേ, ഇത് വെച്ച് 2 ചെയ്യാൻ. ഒന്ന് ഇതും ഇതും. ഇത് 2 ക്യാമ്പിംഗ് ടെൻറ്റും സ്പേസ് ഷിപ്പും ഇത് ഗ്രീൻ ബേസ് വെച്ച് ചെയ്യാം. അപ്പോൾ അങ്ങനെയാണ് അത്. എത്രയുള്ള ഇൻസ്ട്രക്ഷൻ നെക്സ്റ്റ് ഉള്ളത് എല്ലാം മോഡൽസാണ്. ഇത് മോഡലാക്കിയിട്ടാണ് ഇപ്പോൾ നമ്മൾ ഒരു ഇതുണ്ടാക്കണം. ഞാനൊരു മോഡൽ എടുത്ത് കാണിച്ചത്. ഇപ്പോൾ നമ്മളൊരു ഇത് എന്തിൻ്റെ മോഡലാണെന്ന് ഇത് മറ്റേ എന്തായാലും മോൺസ്റ്റർ ലാമ്പിൻ്റെ മോഡലാണ്. അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് മോൺസ്റ്റർ ലാമ്പ്. മോൺസ്റ്റർ ലാമ്പിൻ്റെ മോഡലാണ്. ഇതിൽ നമുക്ക് വാട്ട് എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നമ്മളിവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കും. അങ്ങനെയാണ് ഇപ്പോൾ ഒരു മോഡലായി. ഇതാണ് ഇതിനെ പറ്റി പറയാനാണെങ്കിൽ. ഇതാണ് മോഡൽസ്. അങ്ങനെ പലതരത്തിലുള്ള മോഡൽസ് ഉണ്ട്. 8 models ഉണ്ട്. 8 projectsന് വേണ്ടിയിട്ടുള്ള 8 models ഉണ്ട്. പിന്നെ ഉള്ളതാണ് കമ്പോണൻസ്. ഇതാണ് കമ്പോണൻസ്. പിന്നെ ഇതൊരു ബോക്സാണ്, ഫുൾ ഫിനിഷ്ഡ് ആയിട്ടുണ്ട്.
കൊടുത്തിട്ടുണ്ട്. കമ്പോണൻസ് നോക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു ബ്ലേഡ് പോലുള്ള ഫാനും ഒരു സാധാരണ നമ്മളെ ഫാനും, 2 ഫാനുമാണ് വരുന്നത്. ഇതാണ് കമ്പോണൻസ്. ഫസ്റ്റ് നമുക്ക് ഇതാണ് പിന്ന് എന്തിനാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഈ ഫോം ബേസിലൊക്കെ ഇതിൽ കൂടി ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ഇതാക്കാനാണ് ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഫെവിക്കോളുണ്ട്, പിന്നെ എക്സ്ട്രാ വയേഴ്സും ഉണ്ട്, നമുക്ക് സ്വിച്ച് ആയിട്ടൊക്കെ കണക്ട് ചെയ്യാൻ. പിന്നെ സ്വിച്ച് ഉണ്ട്, 5 സ്വിച്ചസ് ഉണ്ട്, 2 LEDs ഉണ്ട്, നല്ല പവറുണ്ട്. പിന്നെ ഒരു മിനി മോട്ടർ ഉണ്ട്, ഇതാണ് മിനി മോട്ടർ. പിന്നെ ഉള്ളത് കണക്റ്റേഴ്സാണ്, 5 കണക്റ്റേഴ്സ് ഉണ്ട്. പിന്നെ ഉള്ളതാണ് ഈ വെൽക്രോ എന്നൊക്കെ പറയുന്നത്. ഇത് നമ്മൾ ഇങ്ങനെ പേസ്റ്റ് ചെയ്യുന്നതാണ്. ബാറ്ററിയൊക്കെ സിമ്പിളായിട്ട് പേസ്റ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ്. ഞാൻ ഒന്നെടുത്ത് കാണിച്ചു തരാം. ഇതിൽ ഞാൻ പേസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ബാറ്ററി ഇങ്ങനെ പേസ്റ്റ് ചെയ്യാം. ഇതിൻ്റെ ബാക്കിൽ തന്നെ സ്റ്റിക്കിംഗ് ഉണ്ട്. ഇതിനോട് 2 സെറ്റ് കിട്ടുന്നുണ്ട്. ഇതിന് 4 പീസസ് ഉള്ള നമുക്ക് ഇതിങ്ങനെ ഇവിടെ പേസ്റ്റ് ചെയ്യാം. നമ്മൾ ചപ്പൽസിലൊക്കെ ഉണ്ടാവില്ലേ, അതേ സംഭവം തന്നെയാണ്. നമ്മളിവിടെ കണക്ട് ചെയ്തെടുക്കാം. ഡിലേ അതാണ് ഇത്. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഉള്ളത് ഇത്ര തന്നെ ഉള്ളൂ. ഒരു ബസറും ഉണ്ട്. ഞാനൊന്ന് എക്സാമ്പിളായിട്ട് കണക്ട് ചെയ്ത് കാണിച്ചു തരാം. ഒരു LED എടുക്കാം നമുക്ക്. ഇത് വേണമെങ്കിൽ നമുക്ക് ഡബിൾ സൈഡ് ടാപ്പ് ചെയ്യാം, അല്ലെങ്കിൽ പിൻ ചെയ്യാം. പിൻ ചെയ്യുന്നില്ല എന്തൊക്കെ കണക്ഷൻ ചെയ്യാൻ കാണിച്ചു തരാം. ഒരു സ്വിച്ച് എടുക്കുക, ഒരു പുഷ് പിൻ കൊടുക്കുക. ഈ കണക്ഷനിലാണ് പുഷ് പിൻ യൂസ് ചെയ്യുന്നത്. എന്നിട്ട് ഇവിടെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെയാണ് കണക്ഷൻ ബേസ് വരുന്നത്. ഇതൊക്കെ പുഷ് പിൻസ് വെച്ചിട്ടാണ്. ഈ ബേസ് അടക്കം ഇതിലേക്ക് ഇത് മാസ്റ്റർ ലാമ്പിൻ്റാണ്. ബേസ് അടക്കം ഇതിലേക്ക് ഇവിടെ ഹോളുണ്ട്. അത് പുഷ് പിൻസായിട്ട് ഇവിടെ ഇതാക്കി കൊടുക്കാം. ഒക്കെ പുഷ് പിൻസാണ്. ഫെവിക്കോൾ എന്ന് പറയുന്നത് ഇവിടെയൊക്കെ പേസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അവിടെയൊക്കെ പേസ്റ്റ് ചെയ്യാനാണ് ഫെവിക്കോൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇത് ഓരോരോ പ്രൊജക്ട്സും ഞാൻ അപ്കമ്മിങ് വീഡിയോസിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് എനിക്ക് നല്ല രസമായിട്ട് തോന്നിയിട്ടുണ്ട്. കാരണം ഇത് ഒരു വെറൈറ്റി ആണല്ലോ. നമ്മൾ വെൽക്രോ ഒക്കെ കാണുന്നുണ്ടല്ലോ, ബാറ്ററിയൊക്കെ വെൽക്രോയിൽ ഇത് പേസ്റ്റ് ചെയ്ത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇതിപ്പോൾ നമുക്കത് വാങ്ങിയാൽ നമ്മൾ സാധാരണ ഞാൻ ഗ്ലൂഗൻ്റെ ഫ്ലസ്കിക്കൊക്കെ ആയിരുന്നു യൂസ് ചെയ്യൽ. ചിലപ്പോൾ ആ ബാറ്ററി ഡാമേജ് ആകും ഫ്ലസ്കിക്കൊക്കെ ആയതുകൊണ്ട്. പിന്നെ ബാറ്ററി ഗ്ലൂഗൺ ആണെങ്കിൽ അത് ചൂടാവും ബാറ്ററി. അപ്പോൾ അങ്ങനത്തെ കുഴപ്പമാണ്. ഇത് വെൽക്രോ ആകുമ്പോൾ നമുക്ക് വേണ്ടിയപ്പോൾ ബാറ്ററി ചേഞ്ച് ചെയ്യുകയൊക്കെ ചെയ്യാം. ഇപ്പോൾ വെൽക്രോ നല്ലതായിരുന്നു. ഇത് ഞാൻ ആമസോണിലാണ് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ഇത് വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എനിക്ക് നല്ലതായിട്ട് തോന്നി. ഓരോരോ പ്രോജക്ട്സും വെറൈറ്റി ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. എന്നിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചെയ്യാം. ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഓൾ, ബൈ.